നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആയോധന കലാരൂപമായ ഓണത്തല്ല് തിരുവോണ ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് പല്ലശനയിൽ നടന്നു. പല്ലശനയിലെ വിവിധ ദേശക്കാരുടെ നേതൃത്വത്തിൽ രണസ്മരണകൾ ഉണർത്തിയാണ് ഓണത്തല്ല് ആഘോഷിച്ചത്. പാലക്കാട് നിന്നും സച്ചിൻ വള്ളിക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓണത്തോടനുബന്ധിച്ചാണ് പാലക്കാട് പല്ലശനയിൽ ഓണത്തല്ല് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തോടു കൂടെ തന്നെയാണ് ഇത്തവണയും ഓണത്തല്ല് പാലക്കാട് പല്ലശനയിൽ നടക്കുന്നത്. വലിയ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ ഓണത്തല്ല്. പാലക്കാട് പല്ലശന സ്വദേശിയായിട്ടുള്ള അംബരീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം? ഇതിലെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ സാമൂതിരി രാജാവിൻ്റെ രണ്ട് പ്രഭുക്കന്മാരുണ്ടായിരുന്നു, കുരൂർ നമ്പടിയും അതേപോലെ തന്നെ കുതിരവട്ടത്തിൽ നായരും. അപ്പോൾ അന്നൊരു യുദ്ധസമയത്ത് നമ്മുടെ പല്ലശനക്കാരുടെ ഭരണാധികാരിയായിരുന്നു കുറൂർ നമ്പടി. അദ്ദേഹത്തെ ചതിച്ച് കൊല്ലുകയുണ്ടായി കുതിരവട്ടത്ത് നായർ. അന്ന് നാട്ടുകാരെല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങി ഇവിടെ നിന്ന് പല്ലശനിൽ. ആ യുദ്ധ സ്മരണ പുതുക്കിയാണ് എല്ലാ വർഷവും തിരുവോണ നാളിൽ ഇങ്ങനെ ഒരു ഓണത്തല്ലായിട്ട് ഇവിടെ ആചരിക്കുന്നത്. ഈ രണ്ട് ദേശങ്ങൾ തമ്മിലാണ്? അതെ, ഒരു കൂടി 7 കൂടി പറഞ്ഞ് രണ്ട് സമുദായക്കാർ തമ്മിലാണ് തല്ലുന്നത്. ഞാൻ ഒരു കൂടിയിൽപ്പെട്ട ആൾക്കാരാണ്, തൊട്ടപ്പുറത്തുള്ള ഒരു 7 കൂടിയിൽ സമുദായപ്പെട്ടത്തിൽ അതിലുള്ള ആൾക്കാരാണ്. രണ്ടുപേരിൽ നിന്ന് ഓരോ ആൾ, അതായത് നമ്മുടെ ശരീരഘടന അനുസരിച്ച് എനിക്ക് പാകത്തിനുള്ള ഒരാളെ തിരഞ്ഞെടുത്ത് ഞാൻ അങ്ങോട്ട് ആഞ്ഞൊരു അടി അയാളെ അടിക്കുന്നു, അയാൾ തിരിച്ച് എൻ്റെ പുറത്ത് അതേപോലെ ആഞ്ഞൊരു അടി അടിക്കുന്നു. അത് എത്രത്തോളം ശക്തിയോടുകൂടി അടിക്കാൻ പറ്റുമോ അത്രത്തോളം ശക്തിയോടെ തന്നെ നമ്മൾ അടിക്കും. 5 പേരിലും 10 ചോര വരെ പുറത്ത് വരുന്ന രീതിയിലാണ് അടി. എന്തായാലും ഒരു കച്ച കെട്ടിയിട്ടൊക്കെയാണ് ഇതിൻ്റെ ഒരു വേഷവിധാനം. തീർച്ചയായിട്ടും അത് വേണം, നിർബന്ധമായിട്ട് അത് വേണം. കാര്യം ഈ ഓണത്തല്ല് എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ ഒരു നിസ്സാരമായിട്ടൊരു തല്ലല്ല, ഒരു ചടങ്ങാണ്. അത് ഈ ഒരു കൂടി 7 കൂടി സമുദായക്കാർ എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷമായിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ആർക്കും അതിനെക്കുറിച്ച് ഒരു പരാതി ഉണ്ടാവില്ല. തല്ലുമന്ത്രത്തിൽ കയറിയോ? ഓ, കിട്ടി. ഇത്തരത്തില് ഈ തല്ല് കിട്ടിയാൽ, അതായത് തല്ല് കിട്ടിയാൽ ചുവന്ന പാടുകൾ അടക്കമുണ്ടാവും. വലിയ രീതിയിൽ 5 വിരലുകളും പതിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തല്ലുമന്തത്തിൽ ഇത്തരം ഇരു ദേശങ്ങൾ 7 കുടിയും 1 കുടിയും തമ്മിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടുന്നത്. എന്തായാലും എല്ലാ കാലത്തും, അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആചാരം കൂടിയാണ് ഈ പല്ലശനയിൽ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള, അതായത് കുറൂർ നമ്പിടിയെ അയൽനാടിൻ്റെ നാടുവാഴിയായിട്ടുള്ള നാട്ടുരാജാവ് ചതിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ചടങ്ങ് പാലക്കാട് പല്ലശനയിൽ നടക്കുന്നത്. കുറൂർ നമ്പിടിയെ അയൽനാടിൻ്റെ നാടുവാഴിയായ കുതിരവട്ടത്ത് നായരാണ് ഇത്തരത്തിൽ ചതിച്ചു കൊന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് കാലാകാലങ്ങളായിട്ടുള്ള ഇത്തരത്തിലൊരു തല്ലുമന്തത്തിൽ വെച്ച് ഈ ഓണത്തല്ല് നടക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തോടു കൂടെ തന്നെയാണ് ഓണത്തല്ല് നടക്കുന്നത്. നാളെ വേട്ടക്കൊരുവൈ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് തന്നെ നാളെ അവിട്ടത്തല്ലും നടക്കുന്നുണ്ട്. എന്തായാലും വലിയ ആവേശത്തോടു കൂടെ തന്നെ പാലക്കാട്ടുകാരുടെ ഓണാഘോഷവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല്ലശനയിൽ നിന്നും ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം.